ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അസ്ത്രത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓണാട്ടുകരക്കാരുടെ സ്വന്തം അസ്ത്രം. പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൽ, അപ്ലോഡ് ചെയ്യുന്നതിൽ. കാര്യം ഞാനൊരു ഫോൺ ചേഞ്ച് ചെയ്ത് വേറൊരു ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്, വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പം ഞാൻ വെച്ച സമയത്തുള്ള ക്ലാരിറ്റി പോലും ആ വീഡിയോയ്ക്ക് കിട്ടിയില്ല. കളറൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ മാപ്പ് ചോദിക്കുകയാണ്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുചേമ്പുണ്ട്, ചീനിയുണ്ട്, കാച്ചിലുണ്ട്, ചേനയുണ്ട്. അതെല്ലാം കൂടാണ് ഞാൻ. ചേമ്പുണ്ട്, പിന്നെ വൻപയർ അത് ഞാൻ കുതിർത്തെടുത്തതാണ്. രാവിലെ എണീച്ച് കുതിർത്ത് ഒരു 10-11 മണി ആയപ്പോഴത്തേക്ക് ഞാൻ പയർ കഴുകിയെടുത്തു. കുക്കറിനകത്താണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതിന് 2 കഷ്ണം വാഴയില ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ട് ഈ കഷ്ണങ്ങളെല്ലാം കുടഞ്ഞിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് തികച്ചില്ല, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി 2 വിസിൽ സിമ്മിലിട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തതാണ്. കറക്റ്റ് വേവാണ്, കലങ്ങിയൊന്നും പോയിട്ടില്ല. കറക്റ്റായിട്ട് വെന്ത് കിട്ടി. വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിടണമെന്നേ ഉള്ളൂ, അപ്പോൾ നമുക്ക് കലങ്ങാതെ കിട്ടും. അതിന് വേണ്ടിയിട്ട് തേങ്ങ, മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അരമുറി തേങ്ങ, ചെറിയ തേങ്ങയായിരുന്നു, 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ അരച്ചെടുത്ത് വേവിച്ചെടുത്ത കഷ്ണത്തിലേക്ക് അരപ്പിട്ടു. അതിനുശേഷം വൻപയർ വേവിച്ചതും അതിൻ്റെ കൂടെയാണ് ഞാൻ തക്കാളിക്ക വേവിച്ചത്. വൻപയറിൻ്റെ കൂടെ 1 തക്കാളിക്ക എടുത്തിട്ടുണ്ട് ഫുള്ള്, അതും കൂടെ വേവിച്ചത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വാഴയില ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുക്കറിന് അടി പിടിക്കാതിരിക്കാനാണ്. എന്തായാലും റെസിപ്പി ഞാനങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതായിരുന്നു വസ്ത്രത്തിൻ്റെ ഒറിജിനൽ കളർ. ഈ കളറിലായിരുന്നു ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കിട്ടേണ്ടത്. ഇത് ഫോട്ടോ എടുത്തേക്കുന്നത് വേറൊരു ഫോണിലും. എന്തായാലും ഓക്കെ, ബൈ.